പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ, ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ കടങ്ങൾ, ചിലയിടത്ത് കൊണ്ട് പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചില സമയത്തുണ്ടല്ലോ നോ ഐഡിയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചേ, അച്ഛാ ഞാൻ നേഴ്സിങ്ങിന് പോണ അതാ CAക്ക് പോണ എന്ന് ചോദിച്ചു. തണ്ടിൻ്റെ പരീക്ഷ എഴുതി മടുത്തെന്ന് പറയാം. ഐ ഹാവ് നോ ഐഡിയ. അപ്പോൾ അവർക്ക് ഞാനൊരു മെസ്സേജ് എടുത്ത് കൊടുത്ത്. പക്ഷെ മെസ്സേജിൻ്റെ അകത്ത് ബ്ലോക്ക്, ഒരേ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് കയറി വന്നപ്പോൾ ബ്ലോക്കായി. അപ്പം ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി ഉഴപ്പിയല്ലേ ചോദിച്ചത്. ഉടമ്പടി ഉഴപ്പി. അപ്പോൾ ചിലർക്കൊക്കെ എന്നാ ധൈര്യമാണെന്ന് അറിയാമല്ലോ. ഉടമ്പടി ഉഴപ്പിട്ട് അടുത്താരെ കയറി വന്നേക്കും, അവർ മെസ്സേജും ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ണീരും കടത്തിലും കണ്ടപ്പോഴാണ് ഞാൻ മെസ്സേജ് എടുത്തത്. പക്ഷേ മെസ്സേജ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി ഉഴപ്പാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഉടമ്പടി ഉഴപ്പൊന്നുമില്ല, ഉടമ്പടിയിലല്ല അവർ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തോ പുതുക്കിയിട്ട് ഇപ്പോൾ കയറിയിരിക്കണമെന്ന് തോന്നുന്നു. ഉടമ്പടിയായിട്ടൊന്നും ചെയ്യരുത് കേട്ടാ. അത് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പുഴം കളിക്കാനുള്ളതല്ലത്. അതെല്ലാം കറക്റ്റ് റീഡിങ്സ് ഉള്ളതാണ്. ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് എന്താ സംഭവിച്ചതെന്ന് പറയത്തുള്ളൂ. എന്താ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? ഈ മേരി മേഡൻ്റെ ഭാഗം നമ്മൾ ഇന്നലെ വായിച്ചില്ലേ, അത് ഏറ്റവും ടോപ്പ് സംഭവം. നമ്മൾ അതിന് ഒരു മെസ്സേജ് കൂടി അതിൻ്റെ അകത്തുണ്ട് ഇല്ലേ. ഇവർ തോട്ടക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്, എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ലെന്ന്. എൻ്റെ കർത്താവിന് അവരെടുത്തുകൊണ്ട് പോയി, എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. യോഹന്നാൻ 20:13. 20:13. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് ചോദിക്കണേ, നീ എന്തിനാണ് കരയണത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങളോർക്ക് ഇങ്ങനെ മാലാഖ ചിറകും വെച്ച് അവിടെ ഇരിക്കണമെന്ന് അങ്ങനെയൊന്നും അല്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടില്ലേ. അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് ഭയങ്കര വിചിത്രമായൊരു മേഖലയാണ്. നമുക്ക് ഈ മേഖലയെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കറിയാവുന്ന പൊട്ടത്തരങ്ങൾ വലിയ ആഘോഷമായിട്ട് യുക്തിവാദം പോലെ പറയണതേ ഉള്ളൂ. ഒരു കഥയില്ല. അതായത് ഈ സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം അവളുടെ കമ്മ്യൂണിക്കേഷൻ, എന്തുമാത്രം ആൾക്കാർ ദൈവത്തോട് സംസാരിക്കണം. ഒന്നെങ്കിൽ യോഹന്നാൻ ഇവളുടെ ഈ ദൈവത്തിലുള്ള അന്തർഗതങ്ങളെ ഫിഗറൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഈ സംഭവം കറക്റ്റായിട്ട് ആക്ച്വലായിട്ട് ഇവിടെ കണ്ടിട്ട് വിഷയമാണ്. ഇവിടെ ഈ ഉടമ്പടിയിലൂടെ എന്തുമാത്രം മനുഷ്യരാണ് അമ്മ മാതാവ് സംസാരിക്കുകയും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യണത്. അപ്പോൾ ഒരു ലെവല് കഴിഞ്ഞാൽ, ദൈവസംഘത്തിൻ്റെ ഒരു ലെവല് കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കബിളാണ്, തിന്നേല ഇവൾ പിന്തിരിഞ്ഞ് പോകത്തില്ല എന്നൊക്കെ ദൈവത്തിനൊരു സെക്യൂരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് ഒന്നും ഒരു കാര്യമില്ല, ഒരു തടസ്സമില്ല.
അപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ലെന്നാണ് പറയണത്. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മ പറയണതേ നോ ഐഡിയ. ഉണ്ടാ, നോ ഐഡിയ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. നോ ഐഡിയ. എന്ത് ചെയ്യണം? ആദ്യം കല്യാണം കഴിച്ചിട്ട് കാനഡയിൽ പോണ, കാനഡയിൽ ചെന്ന് കല്യാണം കഴിക്കണ, അത് ഇവിടുന്ന് കല്യാണം കഴിക്കണം, അവിടുന്ന് കല്യാണം കഴിക്കണ, ആ കൊച്ചിന് കനേഡിയൻ പൗരത്വം വേണം, ഇന്ത്യൻ പൗരത്വം വേണം. അത് നമ്മൾ കനേഡയിലൂടെ താമസിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, വേറെ എവിടെയെങ്കിലും ന്യൂസിലൻഡിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡിയ. അപ്പോൾ അവൾക്ക് ധൈര്യമായിട്ടുള്ള മാത്രമല്ല, നമ്മൾക്കും എന്ത് കച്ചവടം ചെയ്യണം, ആ ചെയ്താൽ വിജയിക്കുമോ, നഷ്ടം വരുമോ, ഇയാളുമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യണോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഐഡിയ ഇല്ലപ്പോൾ എന്താ പറയണം? ഐഡിയ ഇല്ലെങ്കിൽ, ഒരു ഐഡിയ എന്നൊരു ജീവിതത്തിലേക്കുള്ള ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാമോ? അടുത്തൊരു സ്റ്റെപ്പ് മേരി മാഗ്ദലിൻ പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. മാഗ്ദലിൻ പ്രൊവിഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി എവിടെയാണോ വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെന്താ പറയണത്? എവിടെയാണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാം. അതാണ് സംഭവം. ഹെവി ഡ്യൂട്ടി, ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുക്കണം അവൾ. ഇവൾ സിംഗിൾ പേഴ്സണായിട്ട് ചെന്നിട്ട് കർത്താവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുള്ളതെന്നാണ് പറയണത്. അതിന് ദുർഗന്ധം ഉണ്ടാകും, ചീർത്തതായിരിക്കും, എടുത്ത പൊങ്ങത്തില്ല, അതൊന്നും അല്ല പ്രശ്നം. അവളുടെ ഇച്ഛാശക്തിയാണ്. അത് എടുക്കാനുള്ളൊരു മാനസിക താല്പര്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ വിളിക്കും, മറിയാം. ഞെട്ടിപ്പോ അവൾ റബ്ബൂനി എന്ന് വിളിക്കും. കാര്യം എന്താണ്? ഈ മറിയോ എന്നുള്ള വിളി എങ്ങനെ വന്നാണെന്നറിയാവോ? എങ്ങനെ വന്നാണ്? ഈ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നിൻ്റെ ജീവിതം അങ്ങനെയാണ്. നിനക്ക് വഴിമുട്ടിപ്പോയ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഒരു ഹെവി ഡ്യൂട്ടി എങ്ങോട്ട് എടുത്തേക്കണം കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നുമോളെ, കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വഴി പറഞ്ഞു തരും. അതാണ് ബൈബിള്. യോഹന്നാൻ 20:15. 20:15. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ അടുത്ത വരി എന്താ? യേശു അവളെ വിളിച്ചു. എല്ലാം സീൻ, എല്ലാം മാറുകയും ഇനി പറയാൻ ഈശോ അവളെ അനുവദിക്കത്തില്ല. യേശു അവളെ വാപത്തണ പോലെ വിളിച്ചു, മറിയാം. വിളിയൊരു വല്ലാത്ത വിളിയായിപ്പോയി, മറിയാം. നമ്മൾ പറഞ്ഞത് ഈ നാടകക്കാർ വിളിക്കുന്ന പോലെയല്ല, അത് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, മറിയാം, റബ്ബൂനി എന്ന് വിളിക്കും. അത് എന്നാ രസമാണെന്ന് ആ ഭാഗം എന്ന് വെച്ചത്. അതായത് അവർക്ക് എന്താ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കന്യാസം കണ്ടില്ലേ, 2 തിമോത്തി 1:8, നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിന് ലജ്ജിക്കരുത്. അവർക്ക് ലജ്ജയില്ലാതെ ഈ ബോഡി എടുത്തുകൊണ്ട് പോകാമെന്ന് അവൾ പറഞ്ഞില്ലേ. അതാണ് ദൈവം മറുപടി തന്നത്. വായിച്ചത് 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഒരു വർഷം മുന്നേ ഞാൻ അമ്മയുമായിട്ട് പോവുകയും 6 മാസം മുന്നേ ഞാൻ അമ്മയുടെ കൂടെ ആശുപത്രി പോവുകയും ലേസർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കണ്ണിൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ണിൻ്റെ പ്രഷർ കുറഞ്ഞ് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു അവർ പറഞ്ഞു. എൻ്റെ ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെങ്കിൽ ഇവിടുന്ന് ഉടമ്പടി ചെയ്ത് പോയ ആ ദിവസം തൊട്ട് ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും പിന്നീട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം രോഗികളെ കണ്ട് അവരോട് മാതാവിനെ പറ്റി പറഞ്ഞ് അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അശരണരായവർക്ക് പൊതിച്ചോറുകൾ കൊടുക്കുകയും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക്
ഒരുപാട് വിഷമമുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാത്തതിൽ. പക്ഷെങ്കിൽ എപ്പോഴും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുമായിരുന്നു, ഉടമ്പടി എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ത്യാഗങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കരുത്, എല്ലാം നടക്കും എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിച്ചു, ദൈവം എനിക്കൊരു ത്യാഗം തരുന്നുണ്ടെങ്കിൽ അതിലെനിക്കൊരു ഉയർച്ചയും ദൈവം തരും. അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നേടിത്തന്നതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അഞ്ജു. ഞാൻ കൂടരഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2012 പാസ് ഔട്ടാണ് BE എൻജിനീയറിങ്. എനിക്ക് ജോലി കിട്ടാൻ ഭയങ്കര തടസ്സമായിരുന്നു. ഇപ്പോൾ ഒരു ജോലി കിട്ടിയാൽ തന്നെ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വിളിച്ച് പറയും അത് നൈറ്റ് ഷിഫ്റ്റാണ്, പെൺകുട്ടികൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് തൻ്റെ ഓഫർ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അല്ലെങ്കിൽ പറയും പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ട, ആ ഗ്രൂപ്പിൽ പെൺകുട്ടി ഒറ്റയ്ക്ക് വേണ്ട, അത് ഞങ്ങളുടെ കമ്പനി റൂൾസിന് എഗെയിൻസ്റ്റാണ്. അങ്ങനെ ജോലി കൈ കിട്ടിയിട്ട് ഓഫർ ലെറ്റർ കിട്ടിയിട്ടും പിന്നെയും അത് ക്യാൻസലായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ദുബായിൽ പോയി. ദുബായിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ജോലിയേ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരും റെഫർ ചെയ്യാൻ ആരും ഇല്ല. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അഞ്ജു നീ ഉടമ്പടി എടുത്താൽ നിനക്ക് കിട്ടും, നീ എന്തായാലും പോയി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ അപ്പനാണെങ്കിൽ ചെവീൻ്റെ ഇൻബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. നാട്ടിൽ വരുന്നത് 1 മാസമോ 15 ദിവസത്തേക്കായിരുന്നു. ഒന്നെങ്കിൽ മഴയുള്ള സമയം, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വർഷം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പം എൻ്റെ സങ്കടം കണ്ടിട്ട് അപ്പം പറഞ്ഞു നമുക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ ഇവിടുന്ന് കുറേ ഉടമ്പടി എടുത്ത് ഞാനവിടെ ചെന്നു. അപ്പം ആ സമയമായപ്പോൾ അവിടെ ഈ കൊറോണ കാലം ആയതുകൊണ്ട് അങ്ങനെ പത്രങ്ങളൊന്നും വിൽക്കാൻ എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊരു മലയാളി, അതുകൊണ്ട് ഞാൻ മലയാളം പത്രങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പകുതി പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. ഓരോ പത്രം കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പത്രം വായിച്ചു കൊടുത്താലോ എന്ന്. അങ്ങനെ ചിലരും അപ്പം ഞാൻ പറയും ചേച്ചിൻ്റെ വീട്ടിൽ അമ്മയുണ്ടോ, മലയാളം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, ഒന്ന് വായിച്ചു തരാൻ. ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ എൻ്റെ കൊച്ചിനെ എടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ അവർക്കങ്ങ് വിഷമോ. അവർ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയും മാതാവേ എങ്ങനെയെങ്കിലും അവരെയും കൊണ്ട് വാങ്ങിപ്പിക്കണേ, അങ്ങനെ പറഞ്ഞ് കൊടുക്കും. അപ്പം ഒരു ദിവസം എൻ്റെ ഈ ആദ്യ കാലഘട്ടത്തിൽ ആരും വാങ്ങിക്കില്ലായിരുന്നു, വേണ്ട എന്ന് പറയും. അപ്പം ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇന്ന് ആരും വാങ്ങിച്ചില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. അത് നെക്സ്റ്റ് ഡേ ആയപ്പം ഒരു ചേട്ടൻ വന്ന് എന്നോട് ഇങ്ങനെ കൊച്ചിനെടുത്ത് നിൽക്കുന്ന ആ വെയിലത്ത് നിൽക്കുന്നുണ്ടപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് പൈസയൊന്നും വേണ്ട, ചേട്ടൻ ഇതൊരു തവണ വായിച്ചാൽ മതി, അറിയില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരെണ്ണം എനിക്ക് തന്നേരം, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് വായിക്കാൻ അറിയാം എന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ചെല്ലുമ്പോഴത്തേക്കും മീൻസ് മാതാവിനോട് പറയും മാതാവ് ഇന്ന് ഇത്ര പേരെ വാങ്ങിച്ചുള്ളൂ, എനിക്ക് ഇത്ര പത്രം വിൽക്കാനുണ്ട്, കൊടുക്കാനുണ്ട്, അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ആരെങ്കിലും കണ്ടുപിടിക്കാനും സാധിക്കും. അങ്ങനെ പള്ളിയിൽ ഇരുന്ന് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കും. അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ 2-3 പത്രം ബാഗിൽ കരുതും. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കളിയാക്കും നിനക്ക് പ്രാന്താ എന്ന് പറയും. അപ്പം ഞാൻ സാരമില്ല, ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളാം, നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പിന്നെ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു വലിയൊരു ഗ്രൂപ്പ് എന്നെ വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്കിത് കിട്ടുന്നു. അപ്പം അതും എനിക്ക് കിട്ടിയില്ല. 2 റൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചു. എന്നും മമ്മിയോട് പറയും മമ്മി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 12 ഇയേഴ്സിൻ്റെ മീൻസ് 10 ഇയേഴ്സ് ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഒരു IT കമ്പനിയിലും അവർ എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു ചേട്ടൻ എടുത്ത് പറഞ്ഞു നീ ഒരു കോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോഴ്സ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ഞാൻ മീൻസ് ട്രയൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പോരാ, കുറച്ചും കൂടെ പഠിക്കണം, അപ്പം കുറച്ചും കൂടെ ആവണം, കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഉടമ്പടി
മാതാവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, മാതാവ് എന്തായാലും നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പം എന്നെ കളിയാക്കി പറയായിരുന്നു, 50% ഗോഡുള്ളൂ, 50% നമ്മൾ തന്നെ പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി കൊടുത്തേക്കുന്നതെന്ന് പറയും. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് മറ്റേ സർട്ടിഫിക്കറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊടുത്തിട്ടില്ലാത്തൊരു കമ്പനി എന്നെ വിളിച്ചു. അപ്പം ആദ്യം എന്നോട് പറഞ്ഞു നാളെ ഇൻ്റർവ്യൂ ഉണ്ടാവും, എന്ത് പോസ്റ്റിനാണെന്നൊന്നും അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അവരെന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്ത് പോസ്റ്റിനാണെന്ന് അറിയത്തില്ല, ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റാണ് കംപ്ലീറ്റ് ചെയ്ത്, ഞാൻ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സെയിം പോസ്റ്റിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. തേർഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തേർഡ് റൗണ്ടിൽ ഞാൻ ഒട്ടും നന്നായില്ല പ്രിപ്പയർ. എനിക്ക് തന്നെ അറിയാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുമില്ല.